ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ +1 കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. നോക്കൂ, എന്താണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്? നിങ്ങൾക്കറിയാം, ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് അവസാനത്തെ മെയിൻ ഷെല്ലിൻ്റെ പി സബ് ഷെല്ലിലേക്കാണെങ്കിൽ ആ എലമെൻറ്റിനെ നമ്മളൊരു പി ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയും, അല്ലേ? So the elements in which last electron enters into p subshell of ultimate to main shell are called p block elements. ഒരു എലമെന്റിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഏറ്റവും ഒടുവിലെ മെയിൻ ഷെല്ലിന്റെ, അതാണ് അൾട്ടിമേറ്റ് മെയിൻ ഷെൽ, അവസാനത്തെ മെയിൻ ഷെല്ലിന്റെ പി സബ്ഷെല്ലിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ആണ് പി ബ്ലോക്ക് എലമെന്റ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, കാർബൺ വിത്ത് അറ്റോം നമ്പർ 6, കോൺഫിഗറേഷൻ 1s2 2s2 2p2. നോക്കൂ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് അവസാനത്തെ മെയിൻ ഷെല്ലായ 2ന്റെ പി സബ്ഷെല്ലിലേക്കാണ്. അത്തരം എലമെന്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുക. പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളാണെന്ന് കൂട്ടുകാർക്കറിയാം, അല്ലേ? ഫസ്റ്റും സെക്കൻഡും ഗ്രൂപ്പ് എലമെന്റ്സ് വരുന്ന എസ് ബ്ലോക്ക്, 3 മുതൽ 12 വരെ വരുന്ന എലമെന്റ്സ് ഉള്ള ഡി ബ്ലോക്ക്, ലാന്തനോയിഡ്സും ആക്നോയിഡ്സും ഉൾപ്പെടുന്ന എഫ് ബ്ലോക്ക്, ദെൻ നോക്കൂ 13 മുതൽ 18 വരെ വരുന്ന ഗ്രൂപ്പ് എലമെന്റ്സ് പി ബ്ലോക്ക്. അപ്പോൾ 1ഉം 2ഉം എസ് ബ്ലോക്ക്, 3 to 12 ഡി ബ്ലോക്ക്, ലാന്തനോയിഡ്സ് ആൻഡ് ആക്നോയിഡ്സ് എഫ് ബ്ലോക്ക്, ആൻഡ് 13 to 18 ഗ്രൂപ്പ് എലമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് പി ബ്ലോക്ക്. ഈ എലമെന്റ്സിലെല്ലാം ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് പി സബ്ഷെല്ലിലേക്കായിരിക്കും. ശരി, പി ബ്ലോക്ക് എലമെന്റ്സിൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പ് എലമെന്റ്സ് ഉണ്ടല്ലോ കൂട്ടുകാരെ. 13th ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കാൾഡ് ബോറോൺ ഫാമിലി, 14th കാർബൺ ഫാമിലി, കാർബണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 15th നൈട്രജൻ ഫാമിലി, ദെൻ ഓക്സിജൻ ഫാമിലി ഓർ ചാൽക്കോജൻസ്, ഹാലജൻസ്, ആൻഡ് ലാസ്റ്റ് ഗ്രൂപ്പ് നോബിൾ ഗ്യാസസ്. എമംഗ് ദി 6 ഗ്രൂപ്പ്സ്, ഈ 6 ഗ്രൂപ്പുകളിൽ നമ്മൾ +1 കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2 ഗ്രൂപ്പുകളെ പറ്റി മാത്രമാണ്. 13th ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് 14th ഗ്രൂപ്പ് എലമെന്റ്സ്. 13ാം ഗ്രൂപ്പ് എലമെന്റ്സിനെയും 14ാം ഗ്രൂപ്പ് എലമെന്റ്സിനെയും പറ്റി മാത്രമാണ് നമ്മൾ +1 കെമിസ്ട്രിയിൽ പറയുക. 15, 16, 17, 18 ഗ്രൂപ്പുകൾ നമ്മൾ +2ലായിരിക്കും ഡിസ്കസ് ചെയ്യുക. ശരി, അപ്പോൾ നമ്മളതിൽ ആദ്യം പറയുക 13th ഗ്രൂപ്പ് എലമെന്റ്സ്. നോക്കൂ, 13ാം ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കാൾഡ് ബോറോൺ ഫാമിലി. ആരൊക്കെയാണ് 13ാം ഗ്രൂപ്പ് എലമെന്റ്സ്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം തുടങ്ങി താഴേക്ക് പോകുന്ന സീരീസ് ഓഫ് എലമെന്റ്സ്, റൈറ്റ്? ശരി, നമ്മൾ ആദ്യം 13ാം ഗ്രൂപ്പ് എലമെന്റ്സ് ബോറോൺ ഫാമിലി പഠിച്ച ശേഷം 14th ഗ്രൂപ്പ് പഠിക്കും. സോ നമ്മൾ ആദ്യം പറയുക 13th ഗ്രൂപ്പ് എലമെന്റ്സ്. നോക്കൂ, 13ാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കോൺഫിഗറേഷൻ നോക്കൂ. ബോറോൺ കോൺഫിഗറേഷൻ, ബോറോണിന്റെ അറ്റോമിക നമ്പർ 5 ആണ്. കോൺഫിഗറേഷൻ ഹീലിയത്തിന് ശേഷം 2s2 2p1, ഫുൾ എഴുതിയാൽ 1s2 2s2 2p1. ഇതിൽ ഈ 1s2 ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ, അപ്പോൾ അത് കഴിഞ്ഞ് 2s2 2p1. അപ്പോൾ ഒരേ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ എല്ലാ ലാസ്റ്റ് മെയിൻ ഷെല്ലിലെ കോൺഫിഗറേഷൻ ഒരുപോലെ ആയിരിക്കും. നമുക്ക് അലുമിനിയം കൂടി നോക്കാം. അലുമിനിയം നിയോണിന് ശേഷം 3s2 3p1, ഫുൾ എഴുതി നോക്കാം. അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 അല്ലേ? 1s2 2s2 2p6 3s2 3p1. അപ്പോൾ ഈ 1s2 2s2 2p6 വരെ ഉള്ളത് നിയോണിന്റെ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ അതിനുശേഷം 3s2 3p1. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞ് 2s2 2p1 ആണ് ബോറോണിന്റെ കോൺഫിഗറേഷൻ. നിയോൺ എന്ന നോബിൾ ഗ്യാസിന് ശേഷം അടുത്തത് 3s2 3p1. അപ്പോൾ ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന് ശേഷം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ബോറോൺ അവസാനിച്ചത് 2s2 2p1, അലുമിനിയം അവസാനിച്ചത് 3s2 3p1. അപ്പോൾ 2s2 2p1 3s2 3p1. ഒരേ ഗ്രൂപ്പിൽ വരുന്നവയ്ക്കെല്ലാം ഒരേ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. ഗാലിയം അവസാനിക്കുക 4s2 4p1, ഇൻഡിയം അവസാനിക്കുക 5s2 5p1, താലിയം അവസാനിക്കുക 6s2 6p1. അപ്പോൾ കൂട്ടുകാരെ, ഇവരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ പറയുന്നു. 2ാം പീരീഡിൽ വന്ന ബോറോൺ അവസാനിച്ചത് 2s2 2p1ൽ, 13ാം പീരീഡിൽ വന്ന അലുമിനിയം അവസാനിച്ചത് 3s2 3p1ൽ, 4ാം പീരീഡിൽ വന്ന ഗാലിയം അവസാനിച്ചത് 4s2 4p1. അപ്പോൾ n-ാമത്തെ പീരീഡിൽ വരുന്നയാളുടെ കോൺഫിഗറേഷൻ അവസാനിക്കുക ns2 nb1. ദെൻ അവസാനത്തെ
ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേര് വാലൻസ് ഇലക്ട്രോൺസ്. അത് എത്രയാണെന്ന് നോക്കൂ. 2 1 3 ഇലക്ട്രോൺസ് ആണ് അവസാനത്തെ എണ്ണാമത്തെ മെയിൻ ഷെല്ലിലുള്ളത്. ഇനി ഇവരുടെ വാലൻസി ഒന്ന് നോക്കാം. ഇപ്പം ഞാൻ അലുമിനിയത്തിന്റെ കോൺഫിഗറേഷൻ ഒന്ന് എഴുതുകയാണ്. 1s2 2s2 2p6 3s2 3p1. ഇതാണല്ലോ അലുമിനിയത്തിന്റെ കോൺഫിഗറേഷൻ. ഞാൻ ഇതിന്റെ ഔട്ടർ ഷെല്ല് മാത്രം എഴുതിയാൽ എസിൽ 2 ഇലക്ട്രോൺ, ഇങ്ങനെ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് വരയ്ക്കാൻ അറിയാം. പിയിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? ആ 1 ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെ വരച്ചിരിക്കുന്നു, കണ്ടേ? ശരി. ഇനി നിങ്ങളുടെ ഈ എലമെന്റിന്, അതായത് അലുമിനിയത്തിന് നോക്കൂ, ബാക്കി എല്ലാ ഇലക്ട്രോൺസും ഫീൽഡാണ്. സംശയമുള്ളവർക്ക് നോക്കാം. എസിൽ 2 ഇലക്ട്രോൺസ്, ഇവിടെയും എസിൽ 2 ഇലക്ട്രോൺസ്, ഇവിടെ പിയിൽ 6 ഇലക്ട്രോൺസ്, 1 2 3 4 5 6 അല്ലേ? ശരി, ഇങ്ങനെ ഇരിക്കാം. അപ്പൊ നിങ്ങളുടെ അലുമിനിയത്തെ സംബന്ധിച്ച് അതിന്റെ ലാസ്റ്റ് പിയിലെ ഈ 1 ഇലക്ട്രോൺ പുറത്തേക്ക് വിട്ടുകൊടുത്താൽ ബാക്കി എല്ലാ ഇലക്ട്രോൺസും പേഡല്ല. അതുകൊണ്ടൊരു ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇയാൾ ഇലക്ട്രോൺസ് പെയ്ഡായിട്ടിരുന്ന സ്റ്റെബിലിറ്റി കിട്ടും. അതുകൊണ്ട് ഈ ലാസ്റ്റ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ലാസ്റ്റ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ശേഷം അയാൾ +1 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇനി ഈ 2നെയും കൂടെ വിട്ടുകൊടുത്താൽ, അപ്പൊ ഈ 1 ഇലക്ട്രോൺ കൂടാതെ ഈ 2നെയും കൂടെ വിട്ടുകൊടുത്താൽ ബാക്കി എല്ലാ ഇലക്ട്രോൺസും പെയ്ഡാണെന്ന് മാത്രമല്ല അത് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ കൂടിയാണ്. അതുകൊണ്ട് ഈ 1ഉം 2ഉം കൂടെ ചേർത്ത് ചിലപ്പോൾ 3 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും, +3 കാണിക്കും. ദെൻ ഇനി നോക്കണേ കൂട്ടുകാരെ, ഈ 3p1ലേക്ക് ഒരു 5 ഇലക്ട്രോൺസ് വന്നാൽ നോക്കണേ, 1 2 3 4 5 എല്ലാം പെയ്ഡായില്ലേ? അപ്പൊ ചിലപ്പോഴെല്ലാം 5 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചും സ്റ്റെബിലിറ്റി കൈവരിക്കാൻ ശ്രമിക്കും, -5 കാണിക്കും. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് 13ാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ 13th ഗ്രൂപ്പിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NB1. അവസാനത്തെ മെയിൻ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺ 3. അതിന് കാണിക്കാൻ കഴിയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ: 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം, 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം, 5 ഇലക്ട്രോണിനെ സ്വീകരിക്കാം. 1നെ വിട്ടുകൊടുത്താൽ +1, 3നെ വിട്ടുകൊടുത്താൽ +3, 5നെ സ്വീകരിച്ചാൽ -5. എന്നാണ് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടുന്ന് ഒരു ചോദ്യമുണ്ട് എക്സാമിന്. അതിങ്ങനെയാണ്: ഇൻ 13th ഗ്രൂപ്പ് എലമെന്റ്സ് the stability of +3 state decreases and +1 state increases down the group. Why? 13ാം ഗ്രൂപ്പ് എലമെന്റ്സിനെ സംബന്ധിച്ച് അവരുടെ +3 സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി, ഇവർ കാണിക്കുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞു. നോക്ക്, 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ +1, ഇതും ഈ 2 ഇലക്ട്രോണിനെ കൂടെ വിട്ടുകൊടുത്താൽ കാണിക്കുന്ന സ്റ്റേറ്റ് +3. +3 സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി താഴോട്ട് വരുമ്പോൾ കുറയുന്നു, +1 സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി താഴേക്ക് വരുമ്പോൾ കൂടുന്നു. എന്ന് പറഞ്ഞാൽ ഇതാണ് കൂട്ടുകാരെ ചോദ്യത്തിന്റെ അർത്ഥം. താഴെയുള്ള എലമെന്റ്സിൽ +1 സ്റ്റേറ്റ് ആണ് കാണിക്കുക, മുകളിലുള്ള എലമെന്റ്സ് കാണിക്കുക +3 ആണ്. അപ്പൊ താഴേക്ക് വരുമ്പോൾ +3 സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നു. അതായത് താഴേക്ക് വരുമ്പോൾ +3 കാണിക്കാനുള്ള ചാൻസ് കുറയുന്നു, +1 കാണിക്കാനുള്ള ചാൻസ് കൂടുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ കാരണം, താഴേക്ക് വരുമ്പോൾ അറ്റോമിക നമ്പർ കൂടുന്നത് കണ്ടോ? അറ്റോമിക നമ്പർ കൂടുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ ഇൻ ഹെവിയർ എലമെന്റ്സ് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടും. ആ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവറിനെ ഉള്ളിലുള്ള ഷെല്ലുകൾ തടയേണ്ടതാണ്. അങ്ങനെ തടഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവർ പുറത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ മേൽ അനുഭവപ്പെടില്ല. അതിന്റെ പേര് ഷീൽഡിംഗ് എഫക്ട്. പക്ഷേ ഹെവിയർ എലമെന്റ്സിൽ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എഫിലും ഡിയിലുമാണ്. എഫിലും ഡിയിലും ഇരിക്കുന്ന ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവറിനെ, അതായത് എഫും ഡിയും ഓർബിറ്റൽസിന്, ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവറിനെ ഷീൽഡ് ചെയ്യാനുള്ള കഴിവില്ല. സോ ഇൻ ഹെവിയർ എലമെന്റ്സ് ദി ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ഈസ് നോട്ട് വെൽ ഷീൽഡഡ് ബൈ ദി ഇന്നർ ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ്. അപ്പൊ ഹെവിയർ എലമെന്റ്സിൽ, താഴെയുള്ള വലിയ എലമെന്റ്സിൽ കൂടിയ ന്യൂക്ലിയർ ചാർജിനെ ഡി എഫ് ഓർബിറ്റലുകൾക്ക് തടയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവർ പുറത്തേക്ക് അനുഭവപ്പെടും. അപ്പൊ എസിലെ ഇലക്ട്രോണുകളെ പിന്നെ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പിക്ക് പറ്റുന്നത്? എസിന് പെനിട്രേറ്റിംഗ് പവർ കൂടുതലാണ്, ന്യൂക്ലിയസിനോട് ചേർന്ന് നിൽക്കും. അപ്പൊ എസിലെ ഇലക്ട്രോൺസിനെ എടുക്കാൻ പറ്റില്ല, പിയിലെ ഇലക്ട്രോണിനെ മാത്രമേ എടുക്കാൻ പറ്റൂ. ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് ഇനേർട്ട് പെയർ എഫക്റ്റ്.
ദി ഇനബിലിറ്റി ഓഫ് ഔട്ടർ NS ഇലക്ട്രോൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ ബോണ്ടിങ്. അതിനെ വിളിക്കുന്നവർ ഇനേർട്ട് പെയർ എഫക്ട്. അതുകൊണ്ട് ലാസ്റ്റ് പിയിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റൂ, ഹെവിയർ എലമെന്റ്സിന് +1 കാണിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് +1 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് +3 കാണിക്കാനുള്ള കഴിവുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് ഹെവിയർ എലമെന്റ്സ് +3 കാണിക്കാതെ +1 കാണിക്കുന്നത്? അഥവാ താഴേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് +3യുടെ സ്റ്റെബിലിറ്റി കുറഞ്ഞ് +1 കാണിക്കാനുള്ള ചാൻസ് കൂടുന്നത്? ഹെവിയർ എലമെന്റ്സിൽ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനെ ഷീൽഡ് ചെയ്യാൻ ഡിയിലെയും എഫിലെയും ഇലക്ട്രോൺസിന് കഴിയുന്നില്ല. അതുകൊണ്ട് എസിലെ ഇലക്ട്രോൺ മേലുള്ള ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. പിയിൽ നിന്ന് മാത്രമേ ഇലക്ട്രോൺ എടുക്കാൻ കഴിയൂ. ഈ എസിലെ ഇലക്ട്രോൺസിനെ എടുക്കാൻ കഴിയാത്തതിന്റെ പേര് ഇനേർട്ട് പെയർ എഫക്ട്. അതുകൊണ്ട് അവർ +1 മാത്രമേ കാണിക്കൂ. ഓക്കെ, റൈറ്റ്? സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സ്? ദി എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു പി സബ്ഷെൽ ഓഫ് അൾട്ടിമേറ്റ് മെയിൻ ഷെൽ ആർ കാൾഡ് പി ബ്ലോക്ക് എലമെന്റ്സ്. 13 മുതൽ 18 വരെ വരുന്നവയാണ് പി ബ്ലോക്ക്. അതിൽ ഞാൻ 13ാം ഗ്രൂപ്പാണ് പറയുന്നത്. അവരുടെ കോൺഫിഗറേഷൻ പറഞ്ഞു കഴിഞ്ഞു, റൈറ്റ്? ശരി. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ ഇനി പറയുന്നത് 13ാം ഗ്രൂപ്പ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. നമ്മൾ ഈ 13ാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ നോക്കൂ, ഈ 13ാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കോൺഫിഗറേഷൻ പറഞ്ഞു. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം അവരുടെ കോൺഫിഗറേഷൻ. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് വഴി നമ്മൾ അതിന്റെ വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റിയെല്ലാം സംസാരിച്ചു. ശരി, ഇനി നമ്മൾ പറയുന്നത് ഇവരുടെ അറ്റോമിക് സൈസ് എങ്ങനെയാണ്? ശ്രദ്ധിക്കണം. 13th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ അറ്റോമിക് സൈസ് ബോറോണിൽ നിന്ന് അലുമിനിയത്തിലേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. അലുമിനിയത്തിൽ നിന്ന് ഗാലിയത്തിലേക്ക് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. നോക്കണം, അറ്റോമിക് സൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൂട്ടുകാരെ, അറ്റോമിക് സൈസിന്റെ ഓർഡർ വളരെ കെയർഫുൾ ആയി ശ്രദ്ധിക്കൂ. ബോറോൺ ടു അലുമിനിയം ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസസ്. പക്ഷേ അലുമിനിയം ടു ഗാലിയം ഡിക്രീസസ്. അതിനുശേഷം thereafter ഇൻക്രീസസ്. അപ്പോൾ അതിന്റെ കാരണം നോക്കണേ. ബോറോണിൽ നിന്ന് അലുമിനിയത്തിലേക്ക് എത്തുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് സൈസ് കൂടും. അലുമിനിയത്തിൽ നിന്ന് ഗാലിയത്തിൽ എത്തുമ്പോൾ ഗാലിയത്തിന്റെ അറ്റോമിക് നമ്പർ 31. സോ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p1. കണ്ടോ, ഡിയിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഡിയിലിരിക്കുന്ന ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവറിനെ തടയില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷീൽഡ് ചെയ്യില്ല. അപ്പോൾ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവർ കൂടുന്നു. സോ അത് ഷെല്ലുകളെ പിടിച്ചടുപ്പിച്ച് സൈസ് ചെറുതാക്കുന്നു, റൈറ്റ്? അപ്പോൾ ബോറോണിൽ നിന്ന് അലുമിനിയത്തിലേക്ക് സൈസ് കൂടും. അലുമിനിയം ടു ഗാലിയം സൈസ് കുറയും. thereafter സ്ലൈറ്റ്ലി ഇൻക്രീസസ്. പിന്നീട് അങ്ങോട്ട് ചെറുതായിട്ട് കൂടും. സാധാരണ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും നമ്മൾ പ്രതീക്ഷിക്കുക ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും സൈസ് കൂടുന്നു എന്നാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ബോറോൺ ടു അലുമിനിയം സൈസ് ഇൻക്രീസ് ചെയ്യും. ദെൻ അലുമിനിയം ടു ഗാലിയം ഡിക്രീസ് ചെയ്യും. thereafter സ്ലൈറ്റ്ലി ഇൻക്രീസസ്. ഇത് അയോണൈസേഷൻ എൻതാൽപ്പിയെയും ഇലക്ട്രോണെഗറ്റിവിറ്റിയും ബാധിക്കും. നോക്കൂ, സൈസ് കൂടിയാൽ നിങ്ങൾക്കറിയാം അയോണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോണെഗറ്റിവിറ്റിയും കുറയും. അപ്പോൾ ബോറോൺ ടു അലുമിനിയം സൈസ് കൂടുകയാണ്, ബോറോൺ ടു അലുമിനിയം സൈസ് കൂടുകയാണ്. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോണെഗറ്റിവിറ്റിയും കുറയും. ശരി, അലുമിനിയം ടു ഗാലിയം സൈസ് കുറയുന്നു ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട്. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോണെഗറ്റിവിറ്റിയും കൂടും. പിന്നീട് അങ്ങോട്ട് ചെറുതായിട്ട് സൈസ് കൂടി വരിക. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോണെഗറ്റിവിറ്റിയും ചെറുതായിട്ട് കുറഞ്ഞു വരും, അതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, സോ ദാറ്റ് ഓൾ അബൌട്ട് അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോണെഗറ്റിവിറ്റി ആൻഡ് അറ്റോമിക് സൈസ്. സോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പറയുക 13ാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ റിയാക്ഷൻസിനെ സംബന്ധിച്ചാണ്. നോക്കൂ, 13th ഗ്രൂപ്പ് എലമെന്റ്സ് എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ്? ശ്രദ്ധിക്കൂ, 13ാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ എയറുമായിട്ടുള്ള റിയാക്ടിവിറ്റി. ബോറോൺ ഈസ് അൺറിയാക്റ്റീവ് ഇൻ ഇറ്റ്സ് ക്രിസ്റ്റലൈൻ ഫോം. ബോറോൺ അതിന്റെ ക്രിസ്റ്റലൈൻ ഫോമിൽ അൺറിയാക്റ്റീവ് ആണ്. അന്തരീക്ഷ വായുവിലെ ഓക്സിജനും നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പക്ഷേ പൗഡർ ചെയ്താൽ ബോറോൺ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. then അലുമിനിയം ആണെങ്കിൽ അന്തരീക്ഷ വായുവിൽ നിങ്ങളൊരു അലുമിനിയം ഇങ്ങനെ എടുത്തു വെച്ചാൽ ആ അലുമിനിയത്തിന്റെ പുറത്തുകൂടി ഓക്സൈഡ് ലെയർ ഉണ്ടാകും. അലുമിനിയം അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് അലുമിനിയം ഓക്സൈഡിന്റെ ഒരു ലെയർ അതിന്റെ പുറത്തുകൂടി ഉണ്ടാകും. ഈ ലെയർ വാസ്തവത്തിൽ നിങ്ങളുടെ അലുമിനിയം കട്ടയുടെ പുറത്തൂടെ ഒരു പെയിന്റ് അടിച്ചതുപോലെയല്ലേ?
അതുകൊണ്ട് ഇനി അങ്ങോട്ട് അലുമിനിയം റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ബോറോണിൻ്റെ അലുമിനിയം, ബോറോൺ ഈസ് അൺറിയാക്റ്റീവ് ഇൻ ക്രിസ്റ്റലൈൻ ഫോം. അലുമിനിയം ആണെങ്കിൽ അന്തരീക്ഷ വായുവിൽ തുറന്നു വെച്ചാൽ ഓക്സിജനുമായി ചേർന്ന് അതിൻ്റെ പുറത്തുകൂടി ഒരു ഓക്സൈഡ് ലെയർ ഉണ്ടാകും, അതുകൊണ്ട് പിന്നീട് റിയാക്ട് ചെയ്യില്ല. ശരി, ഹൗവർ 13th ഗ്രൂപ്പ് എലമെന്റ്സ് അന്തരീക്ഷ വായുവിലെ ഓക്സിജനും നൈട്രജനുമായി റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ നിങ്ങളുടെ എലമെന്റിനെ ഞാൻ ഇ എന്ന് കാണിക്കുന്നു, ഓക്സിജനെ ഒ എന്ന് കാണിക്കുന്നു. എലമെന്റിനെ ഇ എന്ന് കാണിച്ചു, ഓക്സിജനെ ഒ എന്ന് കാണിച്ചു. ഓക്സിജൻ കാണിക്കുന്ന സ്റ്റേറ്റ് നിങ്ങൾക്കറിയാം -2. ഹൈലി ഇലക്ട്രോനെഗറ്റീവായ ഓക്സിജനൊപ്പം വരുമ്പോൾ നിങ്ങളുടെ എലമെന്റ് കാണിക്കേണ്ട സ്റ്റേറ്റ് +3. നോക്കണേ, 13ാം ഗ്രൂപ്പ് എലമെന്റ്സിന് +1, +3, -5 സ്റ്റേറ്റുകൾ കാണിക്കാൻ പറ്റും. ഓക്സിജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഇവർക്ക് കൂടിയ പ്ലസ് ചാർജ് കാണിച്ചേ പറ്റൂ. അപ്പോൾ ഇതിനെ എക്സ്ചേഞ്ച് ചെയ്താണ് ഫോർമുല എഴുതുന്നത് നിങ്ങൾക്കറിയാം. സോ ഫോർമുല E2O3. 13th ഗ്രൂപ്പ് എലമെന്റ്സ് ഫോംസ് oxides, so formula E2O3. Example Al2O3 അല്ലെ B2O3, ഇതൊക്കെയാണ് എക്സാമ്പിൾ. ദെൻ നൈട്രജനുമായി ചേർന്നാൽ എന്ത് സംഭവിക്കും? എലമെന്റിനെ ഇ എന്ന് കാണിക്കുന്നു, നൈട്രജനെ എൻ എന്ന് കാണിക്കുന്നു. നൈട്രജൻ കാണിക്കുന്ന സ്റ്റേറ്റ് -3, എലമെന്റ് അപ്പോൾ +3 കാണിക്കും. സോ ക്യാൻസലായി, എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 1 ആണ്. ഫോർമുല EN, റൈറ്റ്? EN. സോ എക്സാമ്പിൾ ബോറോൺ നൈട്രേറ്റ്. ഓക്കെ, ശരി. അടുത്തത് 2, റിയാക്ടിവിറ്റി വിത്ത് ആസിഡ്സ്. ബോറോൺ ആസിഡ്സുമായി റിയാക്ട് ചെയ്യാറില്ല. ബട്ട് അലുമിനിയം റിയാക്ട്സ് വിത്ത് ആസിഡ്സ് ആൻഡ് ആൽക്കലി. ആസിഡ്സും അതുപോലെ ആൽക്കലിയുമായിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞാൽ ബോറോൺ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. പക്ഷേ അലുമിനിയം മിനറൽ ആസിഡുകളിലും ആൽക്കലികളിലും റിയാക്ട് ചെയ്യും ആൻഡ് ലിബറേറ്റ്സ് ഹൈഡ്രജൻ ഗ്യാസ്. എന്നിട്ട് ഏത് ഗ്യാസ് ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ദെൻ റിയാക്ഷൻ വിത്ത് ഹാലജൻ. ഹാലജൻസുമായിട്ടുള്ള റിയാക്ഷൻ നോക്കൂ. നിങ്ങളുടെ 13ാം ഗ്രൂപ്പ് എലമെന്റ്സ് 13 +3 - ഓക്കെ. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച്, ആദ്യം എയറുമായിട്ടുള്ള റിയാക്ഷൻ. 13ാം ഗ്രൂപ്പ് എലമെന്റ്സ് അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ ഓക്സൈഡുകൾ ഉണ്ടാക്കും, ഫോർമുല E2O3. നൈട്രജനുമായി ചേർന്നാൽ 13ാം ഗ്രൂപ്പ് എലമെന്റ് +3 കാണിക്കും, നിങ്ങളുടെ നൈട്രജൻ -3 കാണിക്കും, ഫോർമുല EN. ആൽക്കലിയും ആസിഡുമായിട്ട് മിനറൽ ആസിഡ്സിൽ അലുമിനിയം ലയിച്ച ശേഷം ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. ദെൻ ഹാലജൻസുമായിട്ടുള്ള റിയാക്ഷൻ 13ാം ഗ്രൂപ്പ് എലമെന്റിനെ ഇ എന്ന് കാണിക്കുന്നു, ഹാലജനെ X എന്ന് കാണിക്കുന്നു. ഹാലജൻ കാണിക്കുന്ന സ്റ്റേറ്റ് -1. എലമെന്റിന് ഇവിടെ 2 സ്റ്റേറ്റിനുള്ള അനുവാദമുണ്ട്, +3 കാണിക്കാം, +1 കാണിക്കാം. അത് എന്തുകൊണ്ടാണ്? ഹാലജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് അല്ല. അപ്പോൾ നിങ്ങളുടെ എലമെന്റ് +3 കാണിക്കാറുണ്ട്, +1 കാണിക്കാറുണ്ട്, റൈറ്റ്? +3 ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഫോർമുല എങ്ങനെ വരും? EX3. +1 ആണെങ്കിൽ എങ്ങനെ വരും? EX, അല്ലേ? എക്സാമ്പിൾ AlCl3, അല്ലേ? AlCl3. ദെൻ +1 കാണിക്കുന്ന ആരാ? ഹെവിയർ എലമെന്റ്സ്, ഏറ്റവും താഴെയുള്ള ആൾക്കാരല്ലേ? അപ്പോൾ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. താലിയത്തിൻ്റെ ക്ലോറൈഡ് ഒക്കെ വരുമ്പോൾ അപ്പോൾ മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ Al2O3, അവർ +3 കാണിക്കുന്നത്. താഴെയുള്ള ആൾക്കാർ ഇപ്പോൾ താലിയം, റൈറ്റ്? അവരാണെങ്കിൽ കാണിക്കുന്നത് +1 ആണ്. സോ ഫോർമുല TLX. ഓക്കെ, സോ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് ഓൾ അബൌട്ട് ദെയർ റിയാക്ഷൻസ്. അപ്പോൾ 13ാം ഗ്രൂപ്പ് എലമെന്റ്സിനെ സംബന്ധിച്ച് അവരുടെ കോൺഫിഗറേഷൻ പറഞ്ഞു, വാലൻസ് ഇലക്ട്രോൺസ് പറഞ്ഞു, ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞു, സ്റ്റെബിലിറ്റി ഓഫ് +3 സ്റ്റേറ്റ് താഴേക്ക് വരുമ്പോൾ കുറയും, +1 സ്റ്റേറ്റ് താഴേക്ക് വരുമ്പോൾ കൂടും, താഴെയുള്ള ഒരു +1 ആണ് കാണിക്കുന്നത് പറഞ്ഞു, അറ്റോമിക് സൈസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞു, ദെൻ എയറുമായിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു, ആസിഡും ആൽക്കലിയുമായിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു, ഹാലജൻസുമായിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു, അല്ലേ? ദെൻ ഇനി നമ്മൾ പറയുക അനോർമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോറോൺ. ബോറോണിൻ്റെ അനോർമലസ് പ്രോപ്പർട്ടീസ് എന്താണ്? അനോർമലസ് പ്രോപ്പർട്ടീസ് നോക്കണേ. അനോർമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോറോൺ നോക്കൂ. നമ്മൾ 13ാം ഗ്രൂപ്പ് എലമെന്റ്സ് നോക്കിയാൽ 13ാം ഗ്രൂപ്പ് എലമെന്റ്സ് ആരൊക്കെയാണ്? 13th ഗ്രൂപ്പ് എലമെന്റ്സ് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഈ 13ാം ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റ്സ് ഒരേ ഗ്രൂപ്പിൽ കിടക്കുന്നവയാണ്, എല്ലാവരും ഒരേ സ്വഭാവം കാണിക്കണമായിരുന്നു. എന്നാൽ ഒരേ ഗ്രൂപ്പിൽ കിടക്കുന്ന എലമെന്റ് ആയിട്ട് കൂടി താഴെയുള്ള എലമെന്റ്സിൽ നിന്നും ബോറോൺ ചില പ്രോപ്പർട്ടീസിൽ കാണിക്കുന്ന വ്യത്യാസത്തിന്റെ പേര് അനോർമലസ് പ്രോപ്പർട്ടി. എല്ലാ ഗ്രൂപ്പിലും ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന എലമെന്റ് താഴെയുള്ള എലമെന്റ്സിൽ നിന്നും ചില ക്യാരക്ടേഴ്സിൽ കാണിക്കുന്ന വ്യത്യാസത്തിന്റെ പേര് അനോർമലസ് പ്രോപ്പർട്ടീസ്. സോ
Boron differs from rest of the elements aluminum, gallium, indium, thallium in some properties and is referred as anomalous property. കൂട്ടുകാരെ നോർമലി ഒരു ഗ്രൂപ്പിൽ വരുന്നവയ്ക്കെല്ലാം ഒരേ സ്വഭാവമാകണമായിരുന്നു, പക്ഷേ ബോറോൺ ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നു, അതാണ് അനോർമലി. നോക്കാം അതിന്റെ കാരണം. ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ബോറോൺ അല്ലേ, അവ ബോറോണിന്റെ സൈസ് എന്തായിരിക്കും? സ്മാൾ ആയിരിക്കും. ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആൾക്കല്ലേ ഏറ്റവും ചെറിയ സൈസ്. ചെറിയ സൈസ് ആണെങ്കിൽ അതിന്റെ അയോണൈസേഷൻ എൻതാൽപ്പിയും അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഹൈ ആയിരിക്കും അല്ലെ. സ്മാൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി. ദെൻ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആളിൽ ഡി ഓർബിറ്റൽ കാണില്ല ബോണ്ടിങ്ങിന് ഉപയോഗിക്കാൻ. നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. അപ്പൊ ബോറോണിനെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആളായതുകൊണ്ട് അതിന്റെ സ്മാൾ സൈസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്, ഇത്രയും കാരണങ്ങളാൽ ബോറോൺ ആ ഗ്രൂപ്പിലെ മറ്റുള്ള എലമെന്റ്സിൽ നിന്നും ക്യാരക്ടേഴ്സിൽ കാണിക്കുന്ന വ്യത്യാസത്തിന്റെ പേര് അനോർമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോറോൺ. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ബോറോണിന്റെ മാക്സിമം വാലൻസി 4 ആണ്. അതായത് മാക്സിമം കോവാലൻസി ഓഫ് ബോറോൺ ഈസ് ലിമിറ്റഡ് ടു 4. ബോറോണിന് മാക്സിമം 4 പേരുമായിട്ടേ കമ്പൈൻ ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ, അപ്പോൾ ഫസ്റ്റ് വൺ, ദി മാക്സിമം കോവാലൻസി ഓഫ് ബോറോൺ ഈസ് ലിമിറ്റഡ് ടു 4. അതായത് ബോറോണിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി 4 നിജപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ കാരണം ബോറോണിൽ ഡി ഓർബിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് 4 കൂടുതൽ പേരെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ദെൻ 2, ബോറോൺ ക്യാൻ ഫോം BF6 3-. ബോറോണിന് BF6 3- എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അത് പറയാൻ കാരണം അലുമിനിയവും പിന്നീട് താഴേക്കുള്ള എലമെന്റ്സും 6 ഫ്ലൂറിനുമായി കമ്പൈൻ ചെയ്ത് AlF6 3-, GaF6 3- ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിന് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അലുമിനിയം ക്യാൻ ഫോം AlF6 3-, ബട്ട് ബോറോൺ ഈസ് അണേബിൾ ടു ഫോം BF6 3-. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, അപ്പോൾ 2 ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ് അനോമലസ് പ്രോപ്പർട്ടി? 13ാം ഗ്രൂപ്പിന്റെ ടോപ്പിൽ കിടക്കുന്ന ബോറോൺ അതിന്റെ സ്മാൾ സൈസ്, ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് എന്നീ കാരണങ്ങളാൽ ആ ഗ്രൂപ്പിലെ മറ്റുള്ളവരിൽ നിന്ന് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന വ്യത്യാസത്തിന്റെ പേര് അനോമലസ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ, ബോറോണിന്റെ മാക്സിമം വാലൻസ് 4 ലിമിറ്റ് ചെയ്തിരിക്കുന്നു, 4 വരെ പറ്റും. ദെൻ അലുമിനിയം AlF6 3- ഉണ്ടാക്കുന്നു, പക്ഷെ BF6 3- ഉണ്ടാകുന്നില്ല. ദെൻ BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഈസ് എ ലൂയിസ് ആസിഡ്. BF3 എന്ന് പറയുന്ന ഒരു ലൂയിസ് ആസിഡ്. അന്ന് നോക്കിക്കേ, ബോറോണും 3 ഫ്ലൂറിനും ചേർന്നുണ്ടായിരിക്കുന്ന BF3. ബോറോണിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ നോക്കിക്കേ, അല്ല. ഒരു ബോണ്ട് 2 ഇലക്ട്രോൺ, ഈ ബോണ്ട് 2 ഇലക്ട്രോൺ, ഒരു ബോണ്ട് 2 ഇലക്ട്രോൺസ് വെച്ചല്ലേ, മൊത്തം 3 ബോണ്ട് ആകുമ്പോൾ 6 ഇലക്ട്രോൺസ്. അപ്പൊ BF3 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. നമുക്കറിയാം ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ 8 ഇലക്ട്രോൺ വേണം, പക്ഷെ ഇവിടെ BF3-ൽ 6 ഇലക്ട്രോണേ ഉള്ളൂ. ആ ബോറോണിന്റെ ബാലൻസിൽ 6 ഇലക്ട്രോൺസ് വരെ ആകുന്നുള്ളൂ. അതുകൊണ്ട് അത് ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കും, ഒരു ജോഡി ഇലക്ട്രോണുകളെ സ്വീകരിക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കുന്നത് കൊണ്ട് BF3 ഒരു ലൂയിസ് ആസിഡ് ആണ്. ഐ റിപ്പീറ്റ്, BF3-ൽ ബോറോണിന്റെ ബാലൻസിൽ നോക്കിയാൽ 1, 2, 3 ബോണ്ട്, 6 ഇലക്ട്രോണേ ഉള്ളൂ. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അത് ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കും. ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിക്കുന്നവ ലൂയിസ് ആസിഡുകളാണ്. എന്നാൽ AlCl3 കണക്കുള്ളവരുണ്ടോ? AlCl3 ഇവർ ലൂയിസ് ആസിഡുകളല്ല. അതിന്റെ കാരണം നോക്കണം. 2 AlCl3 ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? 2 AlCl3, ഈ 2 AlCl3 ഇങ്ങനെ ഡൈമറൈസ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഒരു ബോണ്ട് വെച്ചൊക്കെ ഇത് 2 ഡൈമറൈസ് ചെയ്യും. അപ്പൊ ഈ AlCl3 കൂടി ചേർന്നു. ഇപ്പൊ അലുമിനിയത്തിന്റെ നോക്കിയേ 1, 2, 3, 4 ബോണ്ട്. ഇവിടെ നോക്കുക 1, 2, 3, 4 ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലേ. അപ്പൊ താഴേക്കുള്ളവർ ഡൈമറൈസ് ചെയ്യും. അപ്പോ BF3 ഒരു ലൂയിസ് ആസിഡ് ആണ്, പക്ഷെ AlCl3 ഡൈമറൈസ് ചെയ്ത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ BF3 ഒരു ലൂയിസ് ആസിഡ് ആണ് എന്നുള്ളത് ബോറോണിന്റെ ഒരു അനോമലസ് പ്രോപ്പർട്ടിയാണ്. ഇനി ഈ സ്ട്രക്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. 2 AlCl3 ക്ലോറിൻ വെച്ച് ബ്രിഡ്ജ് ചെയ്തിരിക്കുന്ന ഈ സ്ട്രക്ചറിന്റെ പേര് ക്ലോറിൻ ബ്രിഡ്ജ്ഡ് ക്ലോറൈഡ് സ്ട്രക്ചർ. ഓക്കെ, ഫൈൻ. ദാറ്റ് ഓൾ അബൌട്ട് ദി അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോറോൺ. ദെൻ ഇനി നമ്മൾ പറയുന്നത് കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ. ബോറോണിന്റെ കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ. ബോറോണിന്റെ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയുക. നോക്കൂ, ബോറോണിന്റെ കോമ്പൗണ്ട്സിൽ ഒന്നാമതായി നമ്മൾ പറയുക ബൊറാക്സ്. അപ്പൊ ബോറോണിന്റെ കോമ്പൗണ്ടിൽ നമ്മൾ ഒന്നാമതായി പറയുക
ബൊറാക്സ്. എന്താണ് ബൊറാക്സ്? ബൊറാക്സ് ഇസ് എ വൈറ്റ് പൗഡർ. ബൊറാക്സ് ഒരു വൈറ്റ് പൗഡർ ആണ്, ഹാവിംഗ് ഫോർമുല Na2B4O7 10H2. So borax is a white powder and it is a compound of boron having formula Na2B4O7 10H2O. ഇതാണ് ബൊറാക്സ്. ഇനി ബൊറാക്സിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടി, വാട്ട് ഇസ് ബൊറാക്സ്? അപ്പോൾ നമ്മൾ ബോറോണിന്റെ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ബൊറാക്സ്. ബൊറാക്സ് ഇസ് എ വൈറ്റ് പൗഡർ ആൻഡ് ഇസ് എ കോമ്പൗണ്ട് ഓഫ് ബോറോൺ ഹാവിംഗ് ഫോർമുല Na2B4O7 10H2. ശരി, നമ്മൾ ഈ ബൊറാക്സിനെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും നോക്കണം. Na2B4O7 10H2 ഞാൻ ചൂടാക്കിയാൽ ഇതൊരു വൈറ്റ് പൗഡർ ആയിരുന്നല്ലോ. ബൊറാക്സ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പൗഡർ ആയിരുന്നല്ലോ. ഇതിന്റെ ജലാംശം നഷ്ടപ്പെട്ട് ഇത് അൺഹൈഡ്രസ് ഫോമിലേക്ക് മാറും, Na2B4O7. ഇപ്പോഴും ഇതിന്റെ പേര് ബൊറാക്സ് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതൊരു വാക്സി സ്റ്റേറ്റിലേക്ക് മാറും കേട്ടോ, അല്ലെങ്കിൽ ഒരു ഉരുകുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഒരു വൈറ്റ് പൗഡർ ആയിരുന്നയാൾ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പോലെ ഒരു ഉരുകിയ അവസ്ഥയിലേക്ക് മാറും. നമുക്കത് നോക്കാം. ദെൻ ഇനി ഈ Na2B4O7 ഞാൻ വീണ്ടും ചൂടാക്കിയാൽ അത് NaBO2 പ്ലസ് B2O3 ആയിട്ട് മാറും. NaBO2 വിളിക്കുന്ന പേര് സോഡിയം മെറ്റാബോറേറ്റ്, B2O3 വിളിക്കുന്ന പേര് ബോറിക് അൺഹൈഡ്രൈഡ്. ഇതൊരു ഗ്ലാസ് ലൈക്ക് സോളിഡ് ആണ്. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന മിക്സ്ചർ ഞാൻ പറയാം, ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഗ്ലാസ്സിലേക്ക് സോളിഡ് ആണ്. ഫ്രണ്ട്സ്, വാട്ട് ഇസ് ബൊറാക്സ്? ബൊറാക്സ് ഹാവിംഗ് ഫോർമുല Na2B4O7 10H2 ഇസ് എ പൗഡർ, വൈറ്റ് പൗഡർ. നിങ്ങൾ ബൊറാക്സിനെ ചൂടാക്കിയാൽ അതൊരു വാക്സി സ്റ്റേറ്റിലേക്ക് മാറും. Na2B4O7 10H2 ജലാംശം നഷ്ടപ്പെട്ട ഒരു വാക്സി സ്റ്റേറ്റിലേക്ക് മാറും. അതിന്റെ പേര് Na2B4O7 തന്നെ, ബൊറാക്സ് തന്നെയാണ് നമ്മൾ വിളിക്കുക. ഒന്നുകൂടി ചൂടാക്കുമ്പോൾ അത് NaBO2 സോഡിയം മെറ്റാബോറേറ്റിന്റെയും B2O3 ബോറിക് അൺഹൈഡ്രേറ്റിന്റെയും മിക്സർ ആയിട്ട് മാറും. ഇതൊരു ഗ്ലാസ്സിലേക്ക് സോളിഡ് ആണ്. ഇതിന്റെ പേര് ബൊറാക്സ് ബി. റൈറ്റ്? അപ്പൊ നിങ്ങൾ ഒരു പാത്രത്തിൽ ബൊറാക്സ് എടുത്താൽ അത് വൈറ്റ് പൗഡർ ആയിരിക്കും. അതിനെ നിങ്ങൾ ചൂടാക്കുമ്പോൾ അതൊരു വാക്സി സ്റ്റേറ്റിലേക്ക് മാറും. Na2B4O7 ബൊറാക്സ് തന്നെ. ഒന്നുകൂടെ ചൂടാക്കുമ്പോൾ അത് സോഡിയം മെറ്റാബോറേറ്റിന്റെയും അതുപോലെ ബോറിക് അൺഹൈഡ്രേറ്റിന്റെയും മിക്സർ ആയിട്ട് മാറും. സോഡിയം മെറ്റാബോറേറ്റിന്റെയും ബോറിക് അൺഹൈഡ്രേറ്റിന്റെയും മിക്സർ ആയിട്ട് മാറും. ആ മിക്സറിനെ വിളിക്കുന്ന അതൊരു ഗ്ലാസ്സിലേക്ക് സോൾഡ് ആണ്. അതിന്റെ പേര് ബൊറാക്സ് ബി. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ, ഞാനിപ്പോൾ വൈറ്റ് പൗഡറായിട്ടുള്ള ബൊറാക്സ് അങ്ങോട്ട് എടുത്തു വെച്ചു. അപ്പോൾ ഞാനിതിൽ ബൊറാക്സ് അങ്ങോട്ട് എടുത്തു വെച്ചു. ബൊറാക്സ് ഒരു വൈറ്റ് പൗഡറാണ്. ഞാനൊരു കോപ്പർ വയറോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയ ശേഷം അതിവിടെ വളച്ച് ഈ വൈറ്റ് പൗഡറിലേക്ക് മുട്ടിക്കുന്നു. അപ്പോൾ ഈ പൗഡറെല്ലാം കൂടി ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പറ്റിപ്പിടിക്കുകയാണ്. വൈറ്റ് പൗഡർ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ ഞാനിതിനെ ഒന്നുകൂടി ചൂടാക്കുമ്പോൾ അതൊരു വാക്സി സ്റ്റേറ്റിലേക്ക് മാറും. ഒന്നുകൂടെ ചൂടാക്കുമ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് സോൾഡായിട്ട് മാറും. അപ്പോൾ എൻ്റെ ഈ കോപ്പർ വയറിൻ്റെ എൻഡിൽ ഒരു ഗ്ലാസ്സിലേക്ക് സോളിഡ് രൂപപ്പെടും. അതിനെ വിളിച്ചവരാണ് ബൊറാക്സ് ബീഡ്. എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടേക്കൊരു ട്രാൻസിഷൻ മെറ്റലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഗ്ലാസ്സിലേക്ക് സോളിഡ് ആയിരിക്കേണ്ട ബൊറാക്സ് ബീഡിൻ്റെ കളർ മാറും. ഐ റിപ്പീറ്റ്, സാധാരണ വെളുത്ത നിറത്തിലിരിക്കേണ്ട ബൊറാക്സ് ബീഡ് ഇവിടേക്കൊരു ട്രാൻസിഷൻ മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ മാറും. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സപ്പോസ് കൊബാൾട്ട് ആണെങ്കിൽ ഈ സോഡിയം മെറ്റാബോറേറ്റിന് സ്ഥാനത്ത് കുറച്ച് കൊബാൾട്ടിൻ്റെ മെറ്റാബോറേറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു ബ്ലൂ കളർ ഉണ്ടാകും. ഇത് ട്രാൻസിഷൻ മെറ്റൽസിനെ തിരിച്ചറിയുന്ന ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ബൊറാക്സ് ബീഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ട്രാൻസിഷൻ മെറ്റൽസ്. ട്രാൻസിഷൻ മെറ്റൽസിനെ തിരിച്ചറിയാൻ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് ഉപയോഗിക്കും. എങ്ങനെ? അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യും? വൈറ്റ് പൗഡർ ആയിട്ടുള്ള Na2B4O7 10H2 എടുത്ത് ചൂടാക്കും. അപ്പോൾ അതിൻ്റെ ജലാംശം നഷ്ടപ്പെടും. എന്നിട്ട് അത് Na2B4O7 ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു വൈറ്റ് പൗഡർ ആയിരുന്നു. ഞാനൊരു കോപ്പർ വയറിൻ്റെ എൻഡിലേക്ക് ഈ വൈറ്റ് പൗഡർ എടുത്തു വെച്ചു.
ചൂടാക്കുമ്പോൾ ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു വാക്സി സ്റ്റേറ്റിലേക്ക് അത് മാറും. ഒന്നുകൂടി ചൂടാക്കുമ്പോൾ അത് NaBO2 രണ്ട് NaBO2 B2O3 സോഡിയം മെറ്റാബോറേറ്റും ബോറിക് അൺഹൈഡ്രേറ്റ് മാറും. ഈ മിക്സറിൻ്റെ പേര് ബൊറാക്സ് ബീഡ്. ബൊറാക്സ് ബീഡ് ഒരു ഗ്ലാസ്സിലേക്ക് സോൾഡ് ആണ്. അപ്പോൾ എൻഡിൽ ഒരു ഗ്ലാസ്സിലേക്ക് സോൾഡ് ഒരു വെളുത്ത നിറത്തിൽ രൂപപ്പെടും. ഇതുണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഇവിടേക്ക് ഒരു ട്രാൻസിഷൻ മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ ഈ ഭാഗത്ത് ട്രാൻസിഷൻ മെറ്റലിനനുസരിച്ചുള്ള കളർ ഈ ബീഡിന് വരും. അപ്പോൾ ഓരോ ട്രാൻസിഷൻ മെറ്റൽ ഉണ്ടാക്കുന്ന ഓരോ കളറാണ്. കളറിൽ നിന്നും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രാൻസിഷൻ മെറ്റൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. റൈറ്റ്? അപ്പോൾ നിങ്ങൾ ബൊറാക്സ് എടുക്കുന്നു, വൈറ്റ് പൗഡർ അതിനെ ചൂടാക്കുന്നു, Na2B4 ദെൻ അതിനെ ചൂടാക്കിയ ശേഷം നിങ്ങൾ അതിലേക്ക് ഒരു ട്രാൻസിഷൻ മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്നുകൂടി ചൂടാക്കുമ്പോൾ അത് സോഡിയം മെറ്റാബോറേറ്റിൻ്റെയും ബോറിക് അൺഹൈഡ്രേറ്റിൻ്റെയും മിക്സറായിട്ട് മാറും. ഒന്നുകൂടി ചൂടാക്കുമ്പോൾ അത് സോഡിയം മെറ്റാബോറേറ്റിൻ്റെയും ബോറിക് അൺഹൈഡ്രേറ്റിൻ്റെയും മിക്സറായിട്ട് മാറും. അതൊരു ഗ്ലാസ്സിലേക്ക് സോളിഡ് ആണ്. അവിടേക്ക് ഒരു ട്രാൻസിഷൻ മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ ബീഡിന് കളർ വരും. കളറിൽ നിന്നും ട്രാൻസിഷൻ മെറ്റലിനെ തിരിച്ചറിയാം. നമുക്കത് നോക്കാം. ശ്രദ്ധിച്ചേ. നോക്കൂ, ബൊറാക്സ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പൗഡറാണ്. കാണുന്നുണ്ടോ? ഒരു വൈറ്റ് പൗഡറാണ് ഈ ബൊറാക്സ്. അപ്പം ഞാനൊരു കോപ്പർ വയർ എടുത്ത് അതിൻ്റെ ഒരു എൻഡിൽ ഈ ബൊറാക്സ് കുറച്ച് പിടിപ്പിച്ചൊന്ന് ചൂടാക്കിയാൽ നോക്കൂ, അതൊരു ഗ്ലാസ്സിലേക്ക് സോളിഡായിട്ട് അതിൻ്റെ പുറത്ത് മാറും. ഇതാണ് ബൊറാക്സ് ബീഡ്. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് എപ്പോഴെങ്കിലും ഒരു ട്രാൻസിഷൻ മെറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നോക്കിക്കേ, ബീഡിൻ്റെ കളർ മാറുന്ന കണ്ടോ? അപ്പോൾ ഈ ബീഡിൻ്റെ കളറിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസിഷൻ മെറ്റലിനെ തിരിച്ചറിയാം. ഇങ്ങനെ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസിഷൻ മെറ്റൽസിനെ തിരിച്ചറിയാൻ സാധിക്കും. സോ ദാറ്റ് ഓൾ അബൌട്ട് ബൊറാക്സ്. ശരി, ഇനി ബൊറാക്സിൽ നിന്ന് ഒരു ചോദ്യം കൂടി ചോദിക്കാറുള്ളത് അക്വസ് സൊല്യൂഷൻ ഓഫ് ബൊറാക്സ് ഈസ് ബേസിക് വൈ എന്നുള്ളതാണ്. ബൊറാക്സിൻ്റെ അക്വസ് സൊല്യൂഷൻ ബേസിക് ആണ്. എന്തുകൊണ്ട് നോക്കണം. Na2B4O7 എന്ന് പറയുന്ന ബൊറാക്സിലേക്ക് ഞാൻ 7 വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്താൽ ഇവിടുത്തെ 2 NAയും വാട്ടറിൽ H+ ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു 2 OH കൂടെ ഇറങ്ങി ഇത് 2 NaOH ആയിട്ട് മാറും. റൈറ്റ്? അപ്പോൾ ബൊറാക്സിലേക്ക് വെള്ളം കൂടി ചേർത്താൽ 2 NAയും ഇവിടുത്തെ 2 OH ചേർന്ന് 2 NaOH ഉണ്ടാവും. ഇനി ബാക്കി ആരൊക്കെ ഉണ്ട്? 4 ബോറോൺ, 7 ഓക്സിജൻ. ഇവിടെ 7 ഓക്സിജൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് 2 ഓക്സിജൻ പോയേ. അപ്പോൾ ഇനി എത്ര ഓക്സിജനേ ഉള്ളൂ? ഇവിടെ 7ൽ നിന്ന് 2 പോയതിന് 5 ഉള്ളൂ. 7 ഓക്സിജനിൽ നിന്ന് 2 ഓക്സിജൻ പോയതിന് 5 ഓക്സിജൻ. 5 ഓക്സിജനും 7 ഓക്സിജനോട് വരുമ്പോൾ 12 ഓക്സിജൻ. അപ്പോൾ ആരൊക്കെയുണ്ട്? 4 ബോറോൺ, 12 ഓക്സിജൻ. അതുപോലെ നോക്കൂ, 14 ഹൈഡ്രജനിൽ നിന്ന് 2 ഹൈഡ്രജൻ പോയി, ബാക്കി 12 ഹൈഡ്രജൻ. ഇത് ചേർന്ന് 4H3BO3. നോക്ക്, 12 ഹൈഡ്രജൻ, 4 ബോറോൺ, 12 ഓക്സിജൻ, 4H3BO3 ആയിട്ട് മാറും. എനിവേ, ബൊറാക്സിന്റെ അക്വസ് സൊല്യൂഷൻ എടുക്കുമ്പോൾ ഒരു സ്ട്രോങ് ബേസായ NaOH ഉണ്ടായി. ഇത് നിങ്ങൾ പഠിക്കണമെന്നില്ല. ബൊറാക്സിന്റെ അക്വസ് സൊല്യൂഷൻ എടുക്കുമ്പോൾ ഒരു സ്ട്രോങ് ബേസായ NaOH ഉണ്ടായതുകൊണ്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് ബൊറാക്സ് ഈസ് ബേസിക്. റൈറ്റ്? സോ അപ്പോൾ ബോറോണിൻ്റെ കോമ്പൗണ്ട്സിൽ നമ്മൾ ആദ്യത്തേത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ബോറോണിൻ്റെ കോമ്പൗണ്ട്സിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ബൊറാക്സ് ആണ്. ബൊറാക്സ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല നമുക്കറിയാം, Na2B4O7 NH2O. പിന്നെ നമ്മൾ ബൊറാക്സ് ബീഡ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞു. ബൊറാക്സിൻ്റെ അക്വസ് സൊല്യൂഷൻ ബേസിക് ആണെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഓൾ അബൌട്ട് ബൊറാക്സ്. അപ്പോൾ ബോറോണിൻ്റെ ആദ്യത്തെ കോമ്പൗണ്ട് കഴിഞ്ഞു, ബൊറാക്സ്. ദെൻ 2 ഓർത്തോബോറിക് ആസിഡ്. ബോറോണിൻ്റെ രണ്ടാമത്തെ കോമ്പൗണ്ട് ഓർത്തോബോറിക് ആസിഡ്. ഓർത്തോബോറിക് ആസിഡിൻ്റെ ഫോർമുല H3BO3 അല്ലെങ്കിൽ BO. നോക്ക്, H3BO3 അല്ലെങ്കിൽ ബിയും 3Hഉം 3Oയും BOH ത്രൈസ്. അപ്പോൾ ഓർത്തോബോറിക് ആസിഡിൻ്റെ ഫോർമുല H3BO3 അല്ലെങ്കിൽ BOH ത്രൈസ്. ശരി, എങ്ങനെയാണ് ഓർത്തോബോറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ഓർത്തോബോറിക് ആസിഡ്, ബൊറാക്സ് എടുക്കണം, Na2B4O7. വാട്ടർ ചേർത്താൽ അവിടെ NaOH ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലേ? അതുകൊണ്ട് 2 HClഉം 5 വാട്ടറും ആഡ് ചെയ്യുന്നു. 2 HClഉം 5 വാട്ടർ. 2 NAയും നോക്കൂ, 2 NAയും ഈ 2 NAയും 2 Clഉം കൂടെ ചേരുമ്പോൾ 2 NaCl ആയി അല്ലേ? 2 NAയും 2 Clഉം കൂടെ ചേരുമ്പോൾ 2 NaCl. ഇനി ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ.
അപ്പൊ ഈ NaA NaCl മാറ്റാനാണ് നമ്മൾ HCl ആഡ് ചെയ്യുന്നത്, റൈറ്റ്? ഇനി ബാക്കി ആരൊക്കെ ഉണ്ട്? 4 ബോറോൺ, 7 5 12 ഓക്സിജൻ. അപ്പൊ ഇനി ആരൊക്കെ ഉണ്ട്? 4 ബോറോൺ, 12 ഓക്സിജൻ, 5 × 2 10, 2 12 ഹൈഡ്രജൻ. ഇത് ചേർത്ത് നമ്മൾ നേരത്തെ എഴുതിയിരുന്നല്ലോ, 4H3BO3. അപ്പൊ നിങ്ങൾക്ക് ഓർത്തോബോറിക് ആസിഡ് കിട്ടി. പക്ഷെ നേരത്തെ പറഞ്ഞത് ഒരു പ്രിപ്പറേഷൻ ടെക്നിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ആസിഡിനൊപ്പം അവിടെ ഒരു ബേസും കൂടെ ഉണ്ടായി, അത് നശിച്ചു പാസ്സായതുകൊണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർത്തോബോറിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ. ഓർത്തോബോറിക് ആസിഡിന്റെ ഫോർമുല H3BO3 or BOH thrice. എങ്ങനെയാണ് ഉണ്ടാക്കുക? ബൊറാക്സിനെ അസിഡിഫൈ ചെയ്യുന്നു, എന്നിട്ട് വാട്ടർ ചേർക്കുന്നു, Na2B4O7 പ്ലസ് 2HCl പ്ലസ് 5H2O. അപ്പോൾ 2 Naയും 2 Cl ചേർന്ന് 2 NaCl, ദെൻ ബാക്കി 4H3BO3. ഇങ്ങനെ ഓർത്തോബോറിക് ആസിഡ് ഉണ്ടായി. സോ ദാറ്റ് ഓൾ അബൌട്ട് പ്രിപ്പറേഷൻ ഓഫ് ഓർത്തോബോറിക് ആസിഡ്. നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് ഓർത്തോബോറിക് ആസിഡ്. ഓർത്തോബോറിക് ആസിഡിന്റെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കും? BO3, ഇത് ഓരോന്നും ചോദ്യങ്ങളാണ്. BO thrice units linked by hydrogen bonds. BO thrice യൂണിറ്റുകളെ ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്യണം. നോക്കണേ, അത് വരയ്ക്കുന്ന ഇങ്ങനെയാണ്. ആദ്യം ഒരു B, റൈറ്റ്? ദെൻ നമുക്ക് ഹോൾ സ്പേസ് എടുത്ത് വരയ്ക്കണം, മൊത്തം സ്പേസ് എടുത്ത് വരയ്ക്കാം. ഓക്കെ, സോ ഒരു B, ഒരു BO thrice. അപ്പോൾ ഇങ്ങനെ ഒരു BO thrice വരച്ചാൽ അടുത്ത B ഓയിൽ നിന്നൊരു അല്പം ഉയർത്തി വരയ്ക്കുക. ഏകദേശം ലെവലിൽ വരച്ചാലും കുഴപ്പമില്ല. ദെൻ ഇവിടെ ഇങ്ങനെ താഴേക്കാണോ എങ്കിൽ ഈ BO thrice ഇങ്ങനെ തിരിച്ചു വരയ്ക്കുക. അപ്പോൾ ആദ്യം വരച്ച BO thriceന് നേരെ ഓപ്പോസിറ്റ് അടുത്ത BO thrice. ഇനി ഇവയെ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്യുക. നോക്കിക്കേ, എന്നിട്ട് ഇതിങ്ങനെ വ്യാപിച്ചു പോകുന്നു. കറക്റ്റ് കണ്ടോ? ഇതാണ് H3BO3 അഥവാ ഓർത്തോബോറിക് ആസിഡിന്റെ സ്ട്രക്ചർ. ഐ റിപ്പീറ്റ് ഒന്നുകൂടി. ആദ്യം ഒരു BO thrice വരയ്ക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തലതിരിച്ചൊരു BO thrice ഇങ്ങനെ വരയ്ക്കുക. ഈ ഓയും ബിയും ഏകദേശം ഒരേ ലെവലിൽ നിൽക്കണം. ഇനി ഇവയെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ, കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ഒരു ചെയിൻ, ഒരു ഷീറ്റ് പോലെ പോകും, കണ്ടോ? BO thrice യൂണിറ്റ്സുകളെ ഹൈഡ്രജൻ ബോണ്ട് വഴി ലിങ്ക് ചെയ്തിരിക്കുന്നതാണ് ഓർത്തോബോറിക് ആസിഡിന്റെ സ്ട്രക്ചർ. സോ സ്ട്രക്ചർ ഓഫ് ഓർത്തോബോറിക് ആസിഡ് ഒന്ന് ശ്രദ്ധിച്ച കൂട്ടുകാരെ നോക്കി. സ്ട്രക്ചർ ഓഫ് ഓർത്തോബോറിക് ആസിഡ് കണ്ടോ? BO thrice യൂണിറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ, ഞാനിപ്പോൾ പറഞ്ഞ BO thrice യൂണിറ്റുകളൊന്ന് നോക്കി, കണ്ടോ? BO thrice യൂണിറ്റുകൾ എടുത്തിട്ട് ഇതാണ്ട് ഒരു BO thrice. ഞാൻ പറഞ്ഞു അടുത്തത് നേരെ തലതിരിച്ചു വരയ്ക്കണം, അടുത്ത BO thrice. കണ്ടോ? ഒരു BO thrice ഇങ്ങനെ വരച്ചാൽ അടുത്ത BO thrice തലതിരിച്ച് വരയ്ക്കുക, അവരെ ഹൈഡ്രജൻ വെച്ച് കണക്ട് ചെയ്യുക. ദാറ്റ് ഓൾ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ഓർത്തോബോറിക് ആസിഡ്. ഇങ്ങനെ വ്യാപിച്ചു പോകുന്നു. നിങ്ങൾ തൽക്കാലം 2 എണ്ണം വരെ ചേർത്ത് വരച്ചാൽ മതി, മുഴുവനായി വരയ്ക്കണമെന്നില്ല. സോ അപ്പോൾ ഓർത്തോബോറിക് ആസിഡിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർത്തോബോറിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ, ദെൻ ഓർത്തോബോറിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ, ദെൻ ഓർത്തോബോറിക് ആസിഡിന്റെ സ്ട്രക്ചർ. ഇനി ഓർത്തോബോറിക് ആസിഡിൽ നിന്നുള്ള അടുത്ത ചോദ്യം, ഓർത്തോബോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. വൈ? ഓർത്തോബോറിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ്. വൈ? നോക്കണേ, ഓർത്തോബോറിക് ആസിഡ് H3BO3 അല്ലെങ്കിൽ BOH thrice എന്ന് പറയുന്ന ഓർത്തോബോറിക് ആസിഡ്, ഇയാൾക്ക് H+ കൊടുക്കാനുള്ള കഴിവില്ല. ഓർത്തോബോറിക് ആസിഡിന് H+ സ്വയം ലിബറേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. പിന്നെന്ത് ചെയ്യും? അത് വാട്ടറുമായി ചേരും. നോക്കിക്കേ, വാട്ടറിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, H+ഉം OH-ഉം. വാട്ടറിൽ നിന്ന് OH- BOH thrice എടുക്കും. BOH thriceലേക്ക് ഒരു OH കൂടെ വരുമ്പോൾ അത് ആരായിട്ട് മാറും? BOH4 ആയി. BOH thrice ആണ്, ഒരു OH കൂടെ വരുമ്പോൾ ആരായി? BOH4 times മൈനസ് പ്ലസ്. ഇനി ബാക്കി ആരുണ്ട്? ഈ OH- പോയ H+. അപ്പൊ ഓർത്തോബോറിക് ആസിഡിന് സ്വയം H+ കൊടുക്കാനുള്ള കഴിവില്ല. പക്ഷേ ഓർത്തോബോറിക് ആസിഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടറിൽ നിന്ന് OH എടുക്കും. അപ്പൊ BOH4 times മൈനസ് ആയി. എന്നിട്ട് H+ ലിബറേറ്റ് ചെയ്യും. വാട്ടറിൽ നിന്ന് OH എടുത്തിട്ട് H+ ലിബറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഓർത്തോബോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആയത്. ദെൻ ഇനി നമ്മൾ പറയുക ഓർത്തോബോറിക് ആസിഡിന്റെ ഹീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് വെൻ ഓർത്തോബോറിക് ആസിഡ് ഈസ് ഹീറ്റഡ്? ഞാനൊരു ഓർത്തോബോറിക് ആസിഡ് H3BO3 ചൂടാക്കുന്നു. ഒന്ന് ചൂടാക്കുമ്പോൾ ഇവിടുന്ന് വാട്ടർ നഷ്ടപ്പെടും. അപ്പോൾ 2 Hഉം 1 Oയും ചേർന്ന് H2O പോയി. ബാക്കി ആരുണ്ട്? H2O പോയാൽ ബാക്കി ഇവിടെ ഒരു H,
പിന്നൊരു ബി, O3 ഒരു O പോയാൽ HbO2. അപ്പോൾ ഓർത്തോബോറിക് ആസിഡിനെ ചൂടാക്കിയാൽ H3BO3 ചൂടാക്കിയാൽ H2O പോയിട്ട് ബാക്കി HbO2 വരും. ഇതിൻ്റെ പേര് മെറ്റാബോറിക് ആസിഡ്. അപ്പോൾ ഈ ഓർത്തോബോറിക് ആസിഡിനെ ചൂടാക്കിയാൽ അത് മെറ്റാബോറിക് ആസിഡായിട്ട് മാറും. ഇനി മെറ്റാബോറിക് ആസിഡിനെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? 2 മെറ്റാബോറിക് ആസിഡിനെ ചൂടാക്കി 2 എടുക്കണം. എന്തിനാണെന്നറിയോ? നമുക്ക് വാട്ടർ കളയാനുള്ള സൗകര്യത്തിനാണ്. 2 Hഉം ഒരു Oയും കൂടെ ചേരും, H2. ഇനി ആരുണ്ട്? 2 B, B2. 2 ഗുണം 2 4 ഓക്സിജനാ അല്ലേ? അതിൽ നിന്ന് ഒരു ഓക്സിജൻ പോയി, B2O3. B2O3യുടെ പേരെന്താ നിങ്ങൾക്ക് അറിയാം? എന്തുകൂടെ പേര്? ബോറിക് അൺഹൈഡ്രേറ്റ് അല്ലേ? അപ്പോൾ ഓർത്തോബോറിക് ആസിഡിനെ ചൂടാക്കിയാൽ അത് ആദ്യം മെറ്റാബോറിക് ആസിഡ് ആകും, വീണ്ടും ചൂടാക്കിയാൽ അത് ബോറിക് അൺഹൈഡ്രേറ്റ് ആകും. റൈറ്റ്? സോ ദാറ്റ് ഓൾ അബൌട്ട് ഓർത്തോബോറിക് ആസിഡ്. അപ്പോൾ ഓർത്തോബോറിക് ആസിഡിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, അതൊരു വീക്ക് ആസിഡാണ്, അതിനെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? 4 കാര്യങ്ങൾ, 4 എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ശരി, നമ്മൾ ഇനി പറയുന്ന ടോപ്പിക് ഡൈബൊറൈൻ. B2H6 ബോറോണിന്റെ കോമ്പൗണ്ട് ആണ് ഡൈബൊറൈൻ, B2H6. ഡൈബൊറൈനെ പറ്റി കൂട്ടുകാർ എവിടെയാണ് കേട്ടത്? നോക്കൂ, ഡൈബൊറൈനെ പറ്റി നിങ്ങൾ കേട്ടത് ഹൈഡ്രജനകത്ത് ഹൈഡ്രേറ്റ്സ് പറഞ്ഞപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഡൈബൊറൈൻ. ശരി, ഡൈബൊറൈനിൽ നമ്മൾ ആദ്യം പറയുന്നത് ഡൈബൊറൈൻ്റെ പ്രിപ്പറേഷൻ. ഒന്നാമത്തെ വഴി BF3A, ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്നു. BF3A ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ 3 ഫ്ലൂറിനാണ്, ഇവിടെ 4 ഹൈഡ്രജൻ. നിങ്ങൾക്കറിയാം ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ 4 കൊടുക്കുമ്പോൾ 4 ഗുണം 3 12 ആയി, ഇവിടെ 3 കൊടുക്കുമ്പോൾ 3 ഗുണം 4 12 ആയി അല്ലേ? അപ്പോൾ 12 Fഉം 12 Hഉം കൂടെ ചേർന്നങ്ങ് പൊക്കോളൂ. ശരി, അല്ല നമ്മളതിൻ്റെ ഒരു എണ്ണം ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാ, ബാക്കി നമുക്ക് നോക്കാം. ശരി, 12 HF ആയിട്ടങ്ങ് പോവല്ല, നമുക്ക് നോക്കാം. ശരി, അപ്പോൾ 4 ബോറോ, അപ്പോൾ എത്ര B2 ആവും? 2 B2 ആയി. എനിക്ക് വേണ്ടുന്ന ഡൈബൊറൈൻ ആണ്. ഡൈബൊറൈൻ്റെ ഫോർമുല ഓർത്തോണേ, B2H6. 4 ബോറോ 2 B2. ഇവിടുന്ന് 6 H വേണോ അല്ലേ? H6, 2 B2H6, 2 B2H6. അപ്പോൾ ഡൈബൊറൈൻ ആയി. ഇനി ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് നോക്കണേ. 3 Li. 3 Li എവിടുത്തെ 3 Fമായി ചേരുമ്പോൾ 3 LiF. ഇനി ബാക്കി 3 Al, മൊത്തം 4 ഗുണം 3 12 F ഉണ്ട്. 12 Fൽ നിന്നും 3 F ആണ് പോയിരിക്കുന്നത്, ബാക്കി 9 F ഉണ്ട്. അപ്പം 3 Alയുമായി ചേരുമ്പോൾ അത് 3 AlF3. 3 Alഉം 9 Fഉം ചേർന്ന് 3 AlF3. റിപ്പീറ്റ്, 4 BF3 റെഡ്യൂസ് ചെയ്യുന്നു. 4 Bയും 4 B ആയപ്പോൾ എനിക്ക് ഡൈബൊറൈനാണ് വേണ്ടുന്നത്, 2 B2. ദെൻ 12 H, ഇവിടെ 6 അല്ലേ? അപ്പോൾ 2H6, 2 ഡൈബൊറൈനായി. ഇനി ബാക്കി 3 Liയും 3 Fഉം കൂടെ ചേരുമ്പോൾ 3 LiF, 3 Alഉം ബാക്കി 9 Fഉം കൂടെ ചേരുമ്പോൾ 3 AlF3. ശരി, രണ്ടാമത്തെ ബദൽ BF3A NaH വെച്ച് റെഡ്യൂസ് ചെയ്യുക. ഇവിടെ ഡയറക്റ്റ് ഒരു ഹൈഡ്രജനാണ്. അപ്പോൾ എനിക്ക് 2 ബോറോൺ വേണ്ടേ? ഡൈബൊറൈനകത്ത് 2 ബോറോൺ ഇല്ലേ? അപ്പോൾ 2 BF3. 6 H അല്ലേ? അപ്പോൾ 6 NaH, 2 BF3 പ്ലസ് 6 NaH. അപ്പോൾ 2 ബോറോണും 6 Hഉം കൂടെ ചേരുമ്പോൾ B2H6 പ്ലസ് ബാക്കി 6 NAയും 6 Fഉം കൂടെ ചേരുമ്പോൾ 6 NaF. ദെൻ സോഡിയം ബോറോഹൈഡ്രേറ്റ് വിത്ത് അയഡിൻ, NaBH4 പ്ലസ് അയഡിൻ. സോഡിയം ബോറോഹൈഡ്രേറ്റും അയഡിനും കൂടെ ചേർക്കണം. അപ്പോൾ നോക്കണേ, 2 സോഡിയം ബോറോഹൈഡ്രേറ്റും അയഡിനും. കൂട്ടുകാരെ, 2 ബോറോ B2H6 ആയിട്ട് മാറി. ഇനി ആരൊക്കെ ബാക്കിയുണ്ട്? 2 NAയും 2 Iയും, 2 Na ആയി. ബാക്കി 2 ഗുണം 4 8H 6 H പോയുള്ളൂ, ബാക്കി 2 H, H2. സോ അപ്പോൾ 3 പ്രിപ്പറേഷൻ ടെക്നിക്സ് ആണ് ഡൈബൊറൈൻ ഉണ്ടാക്കാൻ. റിയാക്ഷൻ കാണാതെ പഠിക്കാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പെങ്കിലും ഒന്ന് ഓടിച്ച് പഠിച്ചിരിക്കുക, സെൻറ്റൻസ് ആയിട്ടെങ്കിലും പഠിച്ചിരിക്കുക.
ഒന്ന് BF3യെ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് വെച്ച് റെഡ്യൂസ് ചെയ്യുക, രണ്ട് BF3യെ സോഡിയം ഹൈഡ്രേറ്റ് വെച്ച് റെഡ്യൂസ് ചെയ്യുക, മൂന്ന് സോഡിയം ബോറോഹൈഡ്രേറ്റിനെ അയഡിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ നോക്ക് 4 BF3 + 3 LiAlH4, 2 B2H6 പോയി, ബാക്കി 3 LiF 3 LF3, 2 BF3 6 NaH ട്രീറ്റ് ചെയ്തു, 2 ബോറോണും 6H B2H6 ബാക്കി 6 NaF, 2 സോഡിയം ബോറോഹൈഡ്രേറ്റും അയഡിനുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ B2H6 2 Naയും ബാക്കി ഹൈഡ്രജനും. സോ ഇങ്ങനെ 3 മെത്തേഡ്സ് ആണ് ഡൈബൊറൈൻ്റെ പ്രിപ്പറേഷൻ. ഇനി ഡൈബൊറൈൻ്റെ പ്രിപ്പറേഷൻ ചോദ്യമാണ് എക്സാമിൻ്റെ. ഹൗ ഡൈബൊറൈൻ ഇസ് പ്രിപ്പയർഡ്? ഒന്ന് by reducing BF3 with NaH, or by reducing BF3 with lithium aluminum hydride LiAlH4, or by treating sodium borohydride with iodine. Right? ശരി കൂട്ടുകാരെ, ഇനി അടുത്ത ചോദ്യം, ഡൈബൊറൈനും അമോണിയമായി ട്രീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഡൈബൊറൈൻ കത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ കമ്പഷൻ നടന്നാൽ അത് ബോറിക് അൺഹൈഡ്രേറ്റ് ആയിട്ട് മാറും. ഇനി ഡൈബൊറൈൻ അമോണിയമായി ട്രീറ്റ് ചെയ്താൽ B2H6 അമോണിയമായി ട്രീറ്റ് ചെയ്താൽ ഒന്ന് നോക്കണേ, അത് B3N3H6 ആയിട്ട് മാറും. അപ്പോൾ ഡൈബൊറൈൻ അമോണിയമായി ട്രീറ്റ് ചെയ്താൽ അത് B3N3H6 ആയിട്ട് മാറും. ഈ B3N3H6ൻ്റെ സ്ട്രക്ചർ ഭയങ്കര രസമാണ്. ഒന്നിടവിട്ട് ബിയും എന്നും വരയ്ക്കണം, ഓരോന്നിലും H. ആൾട്ടർനേറ്റിംഗ് ആയിട്ട് ഡബിൾ ബോണ്ട് ഇതുപോലെ. ഇപ്പം നോക്കിയേ, B3N3H6ൻ്റെ പടം എങ്ങനെ ഇരിക്കുന്നത്? 3 ബോറോൺ 3 നൈട്രജൻ 6 ഹൈഡ്രജൻ. അപ്പം 3 ബോറോൺ ഒന്നിടവിട്ട് വരയ്ക്കണം, 3 ബോറോൺ 3 നൈട്രജൻ 6 ഹൈഡ്രജൻ, BHNH BHNH BHNH. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ബെൻസീൻ്റെ സ്ട്രക്ചറിന് സിമിലർലി CH. നോക്കാം, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ബെൻസീൻ്റെ സ്ട്രക്ചറിന് സിമിലർ അല്ലേ? അപ്പോൾ ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ, സോറി മിസ്റ്റേക്ക് ഓൺ മൈ പാർട്ട്, യെസ് കറക്റ്റ്. ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ ബെൻസീൻ്റെ സ്ട്രക്ചറിന് സമാനമാണ്. എന്താണ് വ്യത്യാസം? ഇവിടെ CH 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 CH, ഇവിടെ BHNH BHNH BHNH. അതായത് കാർബൺ മാറ്റി നൈട്രജനും ബോറോണും ഇരിക്കുന്നു. കാർബൺ ഉള്ളത് ഓർഗാനിക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് ഓർഗാനിക് കോമ്പൗണ്ട് അല്ല, പക്ഷേ ബെൻസീൻ്റെ സ്ട്രക്ചറാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് ഇനോർഗാനിക് ബെൻസീൻ. ഇതിൻ്റെ പേര് ഇനോർഗാനിക് ബെൻസീൻ, അല്ലെങ്കിൽ മറ്റൊരു പേര് ബോറസീൻ. റൈറ്റ്? അപ്പോൾ ഡൈബൊറൈൻ അമോണിയമായി ട്രീറ്റ് ചെയ്താൽ അത് ഇനോർഗാനിക് ബെൻസീൻ അല്ലെങ്കിൽ ബോറസീൻ ആയിട്ട് മാറും. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൈബൊറൈൻ്റെ സ്ട്രക്ചറാണ്. ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ എങ്ങനെ പറയും? B2H6 അല്ലേ? ഇവിടെ B2H6ൽ ബോറോൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ ശ്രദ്ധിക്കണേ, sp3 ആണ്. ഡൈബൊറൈൻ അവിടെ B2H6 എന്നാണ് ഡൈബൊറൈൻ്റെ ഫോർമുല അല്ലേ? അവിടെ ബോറോൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. sp3. ശരി, ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതിക്കേ, 1s2 2s2 2p1 അല്ലേ? 1s2 2s2 2p1. എസ്സിൽ നമ്മൾ വാലൻഷ്യൽ മാത്രമേ വരയ്ക്കുന്നുള്ളൂ, ഒരു ഓർബിറ്റൽ 2 ഇലക്ട്രോൺ, പിയിലോ 3 ഓർബിറ്റൽ 1 ഇലക്ട്രോൺ. ക്ലിയർ? ബോറോൺ ആറ്റം, അപ്പോൾ ഡൈബൊറൈനിൽ ബോറോൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3. ശരി, ബോറോണിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p1. വാലൻഷ്യൽ വരയ്ക്കുമ്പോൾ എസ്സിൽ 1 ഓർബിറ്റൽ 2 ഇലക്ട്രോൺ. സോ ഇത് അങ്ങനെ ആയിപ്പോയതാണ്, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. പിയിൽ ഒരെണ്ണം. ശരി, നമ്മുടെ ഈ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യുന്നു. അതെന്തിനാ? എല്ലാം ഹാഫ് ഫിൽഡ് ആക്കാനാണ്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്തു. ശ്രദ്ധിച്ച് നോക്കണേ, 1 2. ഇനി sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ആരെയൊക്കെയാണ് ഹൈബ്രിഡൈസേഷൻ എടുക്കണ്ടേ? SC എന്നൊരാൾ, പി. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആരെയൊക്കെ എടുക്കുന്നത്? S+, P+, P+, P. ഇങ്ങനെ 4 പേരെ മിക്സ് ചെയ്യുമ്പോൾ, ഈ 4 പേരെ മിക്സ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് 4sp3 കിട്ടുന്നത്. പക്ഷേ സാധാരണ ഹൈബ്രിഡൈസേഷനിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റലുകളിൽ ഒരിടത്ത് ഇലക്ട്രോൺ ഇല്ല അല്ലേ? ഔട്ട് ഓഫ് 4, ശ്രദ്ധിച്ചോണേ, 1 contains
കൂട്ടുകാരെ നല്ലോണം ശ്രദ്ധിക്കണേ. 1 contains no electron, right? അപ്പോൾ ഡൈബോറൈനകത്ത ബോറോണിന്റെ ഹൈബ്രിഡേഷൻ sp3. ബോറോൺ നിങ്ങൾ വരച്ചു 1s2 കോൺഫിഗറേഷൻ 1s2 2s2 2p1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അറേഞ്ച്മെന്റ് വരച്ചു. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്തു. sp3 ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് എനിക്ക് മനസ്സിലായത് ബോണ്ട് ആംഗിൾ പഠിച്ചപ്പോഴാണ്. ശരി, ഇനി sp3 എന്ന് പറയുമ്പോൾ SE എന്ന് ഒരെണ്ണം എടുക്കണം, p എടുത്തു, എസും 3 പിയും എടുത്തു, അപ്പൊ 4 sp3. 4 sp3 എടുക്കുമ്പോൾ സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഹൈബ്രിഡൈസേഷനിൽ നിന്ന് ഇവിടെയുള്ള വ്യത്യാസം ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഒരു ബോറോണിന് 4 sp3 ഓർബിറ്റൽസ് ഉണ്ടെങ്കിലും അതിൽ ഒരിടത്ത് ഇലക്ട്രോൺ ഇല്ല എന്ന് ആലോചിച്ചോണേ. ശരി, ഞാൻ സ്ട്രക്ചർ പറയാണ്, നോക്കണം. ബോറോൺ, വെയിറ്റ്, ബോറോൺ, അതുപോലെ അപ്പുറത്തൊരു ബോറോൺ. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 അല്ലേ? അപ്പോൾ sp3 എന്ന് പറയുമ്പോൾ 4 എണ്ണം, 1 2 3, വെയിറ്റ്, ഒന്നുകൂടി 2 ബോറോൺ. അതിൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരയ്ക്കുകയാണ് 1 2 3 4. അപ്പോൾ ഒരു ബോറോണിന് 4 sp3 ഓർബിറ്റൽസ് ആണെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞു, അതിൽ 1 2 3 ഇടത്തെ ഇലക്ട്രോൺസ് ഉള്ളൂ. ഓക്കെ, ഒരു ബോറോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, എന്താ പറഞ്ഞേ? നോക്ക്, ഈ ബോറോണിന്റെ 4 sp3 വരച്ചതിൽ 3 ഇടത്തെ ഇലക്ട്രോൺ ഉള്ളൂ. ഇനി അടുത്ത ബോറോൺ വരയ്ക്കുമ്പോൾ അതിനും ഇതുപോലെ 4 sp3 വരയ്ക്കണം, 1 2 3 4. അതിലും എത്രയിടത്തെ ഇലക്ട്രോൺ ഉള്ളൂ? 1 2 3 ഇടത്തെ ഇലക്ട്രോൺ ഉള്ളൂ. ക്ലിയർ? ശരി, അപ്പോൾ B2 ഞാൻ വരച്ചു, 2 ബോറോൺ, ഒരു ബോറോണിന്റെ 4 sp3. ഇതിൽ ദാണ്ട് ഈ ബോറോണിന് 1 2 3 ഇടത്തെ ഇലക്ട്രോൺ ഉള്ളൂ. ഈ ബോറോണിനും 1 2 3 ഇടത്തെ ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ബോറോണിനും 3 ഇടത്തെ ഇലക്ട്രോൺ, ഇതിൽ ഇലക്ട്രോൺ ഇല്ലേ? അടുത്ത ബോറോണിനും 3 ഇടത്തെ ഇലക്ട്രോൺ ഉള്ളൂ, ഇവിടെ ഇലക്ട്രോൺ ഇല്ല. ഇനി ഹൈഡ്രജൻ വരികയാണ്. നോക്ക്, ഹൈഡ്രജൻ താണ്ടി ഇവിടെ വന്നു. സാർ ഇത് കാണുമെന്ന് ശ്രദ്ധിക്കണേ. ഹൈഡ്രജൻ വന്നു, B2H6 ആണ്, 6 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ താണ്ട് അതിന്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ പങ്കുവച്ചു, അപ്പൊ ഒരു ബോണ്ടായി. ഹൈഡ്രജൻ താണ്ട് ഇവിടെ അതിന്റെ ഒരു ഇലക്ട്രോണിനെ പങ്കുവച്ചു, ബോണ്ടായി. ഹൈഡ്രജൻ താണ്ട് ഇവിടെ അതിന്റെ ഒരു ഇലക്ട്രോണിനെ പങ്കുവച്ചു, ബോണ്ടായി. ഹൈഡ്രജൻ ഇവിടെ അതിന്റെ ഒരു ഇലക്ട്രോണിനെ പങ്കുവച്ചു, ബോണ്ടായി. കണ്ടോ? ഇനി 4 ഹൈഡ്രജൻ അല്ലേ ആയുള്ളൂ, 6 ഹൈഡ്രജൻ വേണ്ടേ? ഈ രണ്ടും കൂടെ ചേർത്ത് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ പങ്കുവച്ചു. ഇവിടെയും ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ പങ്കുവച്ചു. കണ്ടോ? B2H6. ഇനി ശ്രദ്ധിക്കണം ഒരു പ്രത്യേകത, ഈ B2H6ന്റെ ബോണ്ടിങ് ഒന്ന് ശ്രദ്ധിച്ച്. 4 ടെർമിനൽ ബോണ്ട് കാണുന്നുണ്ടോ? ദാണ്ടെ 1 2 3 4 ടെർമിനൽ ബോണ്ടുകൾ. ആ 4 ടെർമിനൽ ബോണ്ടുകൾ 2 ആറ്റങ്ങൾക്കിടയിലാണ്. സോ ദി 4 ടെർമിനൽ ബോണ്ട്സ്, ഇവിടെ ഇത് ഹൈഡ്രജനും ബോറോണും ഇടയ്ക്ക്, ഇവിടെ ഇത് ഹൈഡ്രജനും ബോറോണും ഇടയ്ക്ക്, ഇവിടെ ബോറോൺ ഹൈഡ്രജൻ, ഇവിടെ ബോറോൺ ഹൈഡ്രജൻ. സോ 4 ടെർമിനൽ ബോണ്ട്സ് ആർ 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട്സ്. അതായത് 2 സെന്ററുകൾക്കിടയിൽ 2 ഇലക്ട്രോൺസ് പങ്കുവച്ച ബോണ്ട്സ്, റൈറ്റ്? സോ 4 ടെർമിനൽ ബോണ്ട്സ് ആർ 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട്സ്. ഇനി ഈ ബ്രിഡ്ജ് ചെയ്തിരിക്കുന്ന ബോണ്ടുകളും ശ്രദ്ധിച്ചേ. ഇത് എത്ര പേർക്കിടയിലാണ് ഈ ബോണ്ട്? 1 2 3. അപ്പൊ ഈ ബ്രിഡ്ജിങ് ബോണ്ട് ഒരെണ്ണം 3 ആറ്റങ്ങൾക്കിടയിലാണ്. രണ്ടാമത്തെ ഈ ബ്രിഡ്ജിങ് ബോണ്ടും 3 ആറ്റങ്ങൾക്കിടയിലാണ്. അപ്പോൾ 2 ബ്രിഡ്ജിങ് ബോണ്ട്സ് എന്ന് പറയുന്നത് 3 ആറ്റങ്ങൾക്കിടയിൽ അല്ലെ? ബോറോൺ ഹൈഡ്രജൻ ബോറോൺ, ബോറോൺ ഹൈഡ്രജൻ ബോറോൺ. സോ ദി 2 ബ്രിഡ്ജിങ് ബോണ്ട്സ് ആർ 3 സെന്റേർഡ് ബോണ്ട്സ്. അവിടെയും 2 ഇലക്ട്രോണുകൾ. എന്താ കാര്യം? ഇതിൽ ഒരിടത്ത് ഇലക്ട്രോൺ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു അല്ലെ? സോ ദി 2 ബ്രിഡ്ജിങ് ബോണ്ട്സ് ആർ 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട്സ്. അപ്പൊ എന്താ പറഞ്ഞേ? 4 ബ്രിഡ്ജിങ് ബോണ്ടുകൾ, 4 ടെർമിനൽ ബോണ്ട്സ്, 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട്സ്. 2 ബ്രിഡ്ജിങ് ബോണ്ട്സ്, 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട്സ്. കണ്ടോ? അപ്പൊ 4 ടെർമിനൽ ബോണ്ട്സ് ഉണ്ടായിരിക്കുന്നത് 2 ആറ്റങ്ങൾക്കിടയിൽ 2 ഇലക്ട്രോണുകളെ പങ്കുവച്ചു. ബ്രിഡ്ജിങ് ബോണ്ടുകൾ ഉണ്ടായിരിക്കുന്നത് 3 ആറ്റങ്ങൾക്കിടയിൽ 2 ഇലക്ട്രോൺസിനെ പങ്കുവച്ചു.
ഇതിനെ ഞാൻ ചുരുക്കിതാണ്ട് ഇങ്ങനെ കാണിക്കാറുണ്ട്. 2 ബോറോൺ അങ്ങോട്ട് വരയ്ക്കും, കണ്ടോ, 4 ടെർമിനൽ ബോൺസ് അങ്ങോട്ട് വരയ്ക്കും. എന്നിട്ട് ഇവർക്കിടയിൽ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ഒരു ഹൈഡ്രജൻ, കണ്ടോ, ഇവിടെ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ബോണ്ടുകളെ ഞാൻ ബനാന ബോൺസ് എന്ന് വിളിക്കും, ആ ഷേപ്പ് കൊണ്ടാണ്. ഇനി ഒരു കാര്യം കൂടി, ഈ ബ്രിഡ്ജിങ് ബോണ്ടുകൾ എടുത്താൽ ഒരു പ്ലെയിനിൽ ബ്രിഡ്ജിങ് ബോണ്ടിൽ ഒന്ന് പ്ലെയിൻ്റെ മുകളിൽ കൂടിയും ഒന്ന് പ്ലെയിൻ്റെ അടിയിൽ കൂടിയായിരിക്കും. സോ എമംഗ് ദി 2 ബ്രിഡ്ജിങ് ബോൺസ്, one lies above the plane and one lies below the plane. ബ്രിഡ്ജിങ് ബോണ്ടുകളിൽ ഒന്ന് പ്ലെയിൻ്റെ മുകളിലൂടെ ആയിരിക്കും, ഒന്ന് പ്ലെയിൻ്റെ താഴെ കൂടെ ആയിരിക്കും. സോ ദാറ്റ് ഓൾ അബൌട്ട് ഡൈബൊറൈൻ. അപ്പോൾ ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ അറിയേണ്ടത്, ഡൈബൊറൈനിലെ ബോറോൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഡൈബൊറൈനിലെ ബോറോൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ആ ഹൈബ്രിഡൈസേഷൻ എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, sp3 ഒരു ബോറോണിന് 4 sp3 ഉണ്ടെങ്കിലും ഒരു ബോറോണിന് 4 sp3 ഉണ്ടെങ്കിലും അതിൽ ഒരിടത്ത് ഇലക്ട്രോൺ ഇല്ല, റൈറ്റ്, അതിൽ ഒരിടത്ത് ഇലക്ട്രോൺ ഇല്ല. അതുകൊണ്ട് 3 sp3 ഇലക്ട്രോണുള്ളൂ, 4ാമത്തെ sp3 ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, സോ യെസ്. അപ്പോൾ വളരെ വേഗത്തിൽ വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കും. 2 ബോറോൺ ആറ്റം വരയ്ക്കുന്നു, വേണ്ടേ, 4 sp3 വരയ്ക്കുന്നു, ആദ്യ ബോറോണിന് 3 ഇലക്ട്രോൺ, ഈ 3 ഇലക്ട്രോണുള്ളൂ, ഇവിടെ ഇലക്ട്രോൺ ഇല്ല. അടുത്ത ബോറോണിനെ സംബന്ധിച്ച് അതിനും 3 ഇലക്ട്രോണുള്ളൂ, ഒരു sp3 ഇലക്ട്രോൺ ഇല്ല. ഇനി ഇവിടെ ഹൈഡ്രജൻ വന്ന് അതിൻ്റെ ഒരു ഇലക്ട്രോൺ പങ്കുവച്ച് ബോണ്ടാക്കുന്നു, ഇവിടെയും ഹൈഡ്രജൻ വന്ന് അതിൻ്റെ ഒരു ഇലക്ട്രോൺ പങ്കുവച്ച് ബോണ്ടാക്കുന്നു, ഹൈഡ്രജൻ വന്ന് 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 ഇലക്ട്രോൺ പങ്കുവച്ച് ബോണ്ടാക്കുന്നു. ഓക്കെ, ടെർമിനൽ ബോണ്ടുകൾ 2 ആറ്റങ്ങൾക്കിടയിലാണ് 2 ഇലക്ട്രോൺസിനെ പങ്കുവയ്ക്കുന്ന 2 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോൺസ്. ബ്രിഡ്ജിങ് ബോണ്ടുകൾ 3 സെൻറ്റേഡ് 2 ഇലക്ട്രോൺ ബോൺസ്, റൈറ്റ്. സോ യെസ്, അതിൽ ഒരു ബോണ്ട് പ്ലെയിനിന് മുകളിലും ഒരു ബോണ്ട് പ്ലെയിൻ്റെ താഴെ ആയിരിക്കും അല്ലേ. നോക്കൂ, ഡൈബൊറൈൻ്റെ ഒരു സ്ട്രക്ചറാണ്. നോക്കൂ കൂട്ടുകാർ, 2 ബോറോൺ ആറ്റം, നോക്കൂ അതിൻ്റെ sp3 ഓർബിറ്റൽസ് 1 2 3 4, കണ്ടോ, അടുത്ത ബോറോണിൻ്റെ sp3 1 2, അടുത്ത ബോറോണിൻ്റെ sp3 1 2 3 4. അപ്പോൾ ആദ്യ ബോറോണിൻ്റെ sp3 1 2 3 4, അടുത്ത ബോറോണിൻ്റെ 1 2 3 4, കണ്ടോ, 4 ടെർമിനൽ ബോൺസും 2 ബ്രിഡ്ജിങ് ബോൺസും. ശ്രദ്ധിച്ച്, 2 ബോറോൺ ആറ്റം, നോക്കൂ, ഒരു ബോറോണിൻ്റെ 4 sp3, അടുത്ത ബോറോണിൻ്റെ 4 sp3. ഈ 4 ടെർമിനൽ ബോണ്ടുകൾ, 2 ഹൈഡ്രജൻ വന്ന് ബ്രിഡ്ജ് ചെയ്തിരിക്കുന്ന ബോണ്ടുകൾ. ഓക്കെ, so that's all about the structure of diborane and compounds of boron. അപ്പോൾ ബോറോണിൻ്റെ കോമ്പൗണ്ട്സ് എല്ലാം കഴിഞ്ഞു. ബോറോണിൻ്റെ കോമ്പൗണ്ട്സിൽ നമ്മളപ്പോൾ ഇതുവരെ പറഞ്ഞത് ആരെയൊക്കെ പറ്റിയാണ് നോക്കൂ. 1 ബൊറാക്സ്, 2 ഓർത്തോബോറിക് ആസിഡ്, 3 ഡൈബൊറൈൻ. ഏറ്റവും കൂടുതൽ പി ബ്ലോക്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയ ബോറോണിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. അവിടെ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. എന്താണ് ബൊറാക്സ്, എന്താണ് ബൊറാക്സ് ബീഡ്, എങ്ങനെയാണ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ് ഉപയോഗിച്ച് ട്രാൻസിഷൻ മെറ്റൽസിനെ തിരിച്ചറിയുക, എന്തുകൊണ്ടാണ് അക്വ സൊല്യൂഷൻ ഓഫ് ബൊറാക്സ് അസിഡിക് എന്ന് പറയുന്നത്, എന്താണ് ഓർത്തോബോറിക് ആസിഡ്, ഓർത്തോബോറിക് ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എന്തുകൊണ്ട് ഓർത്തോബോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡായി, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, അതിനെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും, ദെൻ എന്താണ് ഡൈബൊറൈൻ, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുക, അത് കമ്പഷൻ നടന്നാൽ ബോറിക് അൺഹൈഡ് ആവും, അമോണിയമായി ചേർന്നാൽ ബൊറസീനോ അല്ലെങ്കിൽ ബൊറസീനെന്നോ ബൊറാസീനെന്നോ വായിക്കാം, അല്ലെങ്കിൽ ഇനോർഗാനിക് ബെൻസീൻ ആവും, അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, സോ നമ്മൾ ഈ ഗ്രൂപ്പിൽ അവസാനമായി പറയുന്നത് യൂസസ് ഓഫ് 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ്, 13ാം ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ യൂസസ്. സോ ഇനി പറയേണ്ടത് 13th ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ യൂസസ് ആണ്. നമുക്ക് ബോറോൺ എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള മെറ്റലാണ്, മാത്രമല്ല ഇതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. വളരെ കട്ടിയുള്ള ഡെൻസിറ്റി കുറഞ്ഞ ബോറോണിനെ ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽസ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ ബോറോൺ നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഇതിൻ്റെ ഉപയോഗപ്പെടുത്താറുണ്ട്. ദെൻ ബൊറാക്സ് എന്ന് പറയുന്നുണ്ടല്ലോ, ബൊറാക്സും അതുപോലെ ഓർത്തോബോറിക് ആസിഡും, ഇവർ നമ്മൾ ഹീറ്റ് റെസിസ്റ്റൻ്റ് ഗ്ലാസ്സുകൾ ലാബിലൊക്കെ ചൂടാക്കുമ്പോൾ ഗ്ലാസ് പൊട്ടാതിരിക്കുന്ന, ഒത്തിരി ഉയർന്ന ടെമ്പറേച്ചറിലും പൊട്ടാത്ത ഗ്ലാസ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഓർത്തോബോറിക് ആസിഡിൻ്റെ ഡൈലൂട്ട് സൊല്യൂഷൻ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ മറ്റൊന്ന് ബോറോൺ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ന്യൂക്ലിയർ പ്ലാന്റുകളിൽ കൺട്രോൾ റോഡ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ അലുമിനിയം ഫോയിൽസ് നിർമ്മിക്കാണ്ട് ഉപയോഗിക്കാറുണ്ട്, ഇലക്ട്രിക് ലൈനുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഗാലിയം ഇലക്ട്രോണിക്സ് മേഖലയിൽ ഉപയോഗിക്കാറുണ്ട്. സോ ദാറ്റ് ഓൾ അബൌട്ട് ദി യൂസസ് ഓഫ് 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഇനി നമുക്ക് പറയേണ്ടത്
14ാം ഗ്രൂപ്പ് എലമെന്റ്സിനെ പറ്റിയാണ്.